ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ന്യൂസിലൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കറന്റ് പുതിയ ആപ്ലിക്കേഷൻസ് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ ഓൾറെഡി അവരെ 3 ക്രെഡിറ്റ് കാർഡ്, അതായത് 2 ക്രെഡിറ്റ് കാർഡും 1 ചാർജ് കാർഡും ഹോൾഡ് ചെയ്യുന്നതാണ്. ഓൾറെഡി കസ്റ്റമറാണ് അമേരിക്കൻ എക്സ്പ്രസ് കാർഡിന്റെ. അത് മാത്രമല്ല, ഞാൻ ആക്ച്വലി ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസ്ഡാണ്. അപ്പോൾ നമ്മൾ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ അറിയാം, അമേരിക്കൻ എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു പ്രീമിയം ക്രെഡിറ്റ് കാർഡ് സർവീസാണ്. നമ്മുടെ അതിൻ്റെ പേരിലുള്ള ഇവിടുത്തെ കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ആക്ച്വലി ആദ്യം തന്നെ റീസ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിൽ. അതിന് മുമ്പ് ഇതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ സാധനമാണ്. ഇപ്പോൾ ഇത് പക്ഷേ അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ കസ്റ്റമർ സപ്പോർട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞത് ഒരു ടെമ്പററി ഹോൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോ ചിലപ്പോൾ കുറച്ച് മാസങ്ങളോ എടുക്കും ഈ ഹോൾഡിന്. അതായത് അവരുടെ ഒരു പെർഫോമൻസും ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക, സോഫ്റ്റ്വെയർ വൈസ് ആയിട്ടും അവരുടെ ബാക്കിയുള്ള സംഭവങ്ങളായിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്കാണെന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളുടെ പുതിയ ക്രെഡിറ്റ് കാർഡിന്റെ ലോഞ്ചിങ്ങിനായിരിക്കാം, ചിലപ്പോൾ പുതിയ ഓൾറെഡി ഉള്ള കാർഡുകളുടെ റിവാർഡ് റേറ്റിന്റെ റിവൈസിങ്ങിനായിരിക്കാം. അത് എന്തിനാ സംഭവം അവർ പറയുന്നില്ല. അത് ചിലപ്പോൾ മെയിൻ നോർമൽ കസ്റ്റമർ കെയർ സപ്പോർട്ടൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിനാണ് ആക്ച്വലി ഒരു എന്താ പറയുക, ടെമ്പററി പുതിയ അപ്ലിക്കേഷൻസിന് പോസ് എടുക്കുന്നത്. അതായത് ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൾറെഡി ക്രെഡിറ്റ് കാർഡ് ഹോൾഡറൊക്കെ ആണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല, സാധാരണ പോലെ തന്നെ വർക്ക് ചെയ്ത് പോകട്ടെ. അപ്പോൾ എല്ലാ സംഭവവും സെയിം പോലെ തന്നെ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാം. അതൊക്കെ സെയിം തന്നെയാണ്, വേറെ ഡിഫറൻസും കാണാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് വന്നേക്കുന്ന ന്യൂസ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തിട്ട് പ്രോസസിംഗ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ സാധനം റിജക്ട് ആവും കേട്ടോ. ഒരു 99% റിജക്ട് ആവും. അത് ഓൾറെഡി പ്രോസസ് സ്റ്റേജ് മാറിയിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോയെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അത് ഓൾറെഡി അപ്രൂവൽ ആവും. നോർമലി അമേരിക്കൻ എക്സ്പ്രസിന്റെ ക്രെഡിറ്റ് കാർഡ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അപ്രൂവ് ആവാറുണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ 1 മണിക്കൂറിനുള്ളിലേക്കാണ് എനിക്ക് അപ്രൂവ് ആയത്. എൻ്റെ 2 ചാർജ് കാർഡ് അപ്പോൾ തന്നെ ഇനീഷ്യലി തന്നെ അപ്പോൾ തന്നെ അപ്രൂവ് ആയി. ആദ്യത്തെ കാർഡ് നമ്മുടെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡൊക്കെ എനിക്ക് തോന്നുന്ന 1 മണിക്കൂറോ 1.5 മണിക്കൂറോടെ ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് അതിൻ്റെ അപ്രൂവൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ അപ്രൂവ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡ്. ഒന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആവും, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ മറ്റേൻ്റെ പോലെ എന്താ പറയുക, തിരിച്ച് വിളിക്കും, അങ്ങനെ തിരിഞ്ഞ് കളിച്ച് ഭയങ്കര പ്രൊസീജിയർ ഭയങ്കര കുറവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം അവർക്കുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇനി പെട്ടെന്ന് തന്നെ ആവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതെന്തായാലും റിജക്റ്റ് ആയിരിക്കാനാണ് സാധ്യത, നിങ്ങൾ ഓൾറെഡി പ്രോസസിംഗ് സ്റ്റേജിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്യാൻ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഇപ്പം എന്തായാലും അപ്ലൈ ചെയ്യേണ്ട കിട്ടില്ല. അപ്പോൾ വെറുതെ ചുമ്മാ എന്താ പറയുക, ഒരു എൻക്വയറി പോകണ്ട. അപ്പോൾ ഞാനിത് ലൈവായിട്ട് വരുമ്പോൾ അവർ പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തിരിച്ചു വരുന്നതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ലൈവായിട്ട് വരുമ്പോൾ അതിൻ്റെ ന്യൂസ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്യാം, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അപ്പോൾ ഞാൻ മെക്സ് എന്തായാലും നമുക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, gemini.banksupport.in. നിങ്ങൾക്ക് അതിൽ കൂടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും അതുപോലെ തന്നെ ബാങ്ക് ലോൺസ് ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ റെഫറൽ ലിങ്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ നോക്കാൻ പറ്റൂട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിലാണ്. ബൈ.